ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് കാണിക്കുന്നത്. രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, പിന്നെ ഉച്ചയ്ക്ക് എന്താ കറി വെച്ചത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട്. കാരണം വൺ മാൻ ഷോയാണ്, ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ക്യാമറയുടെ പൊസിഷൻ മാറ്റി വയ്ക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് മാറ്റിക്കൊണ്ട് വയ്ക്കും, പക്ഷേ വീഡിയോ ഞാൻ ഓണാക്കത്തില്ല, മറന്നു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് പുട്ടും കിഴങ്ങറിയായിരുന്നു. അപ്പോൾ കിഴങ്ങറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, സിമ്പിളായിട്ടുള്ള സാധനമല്ലേ. എന്താ, കടുക് വറുക്കുക, അതിനകത്തേക്ക് കുറച്ച് സവോള, പച്ചമുളക്, കുറച്ചൊരു ഇഞ്ചി, അത് ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി, കിഴങ്ങ് അതെല്ലാം കൂടി ഇട്ട് വഴറ്റുക, കുറച്ച് വെള്ളം ഒഴിക്കുക. കുക്കറിലാണെങ്കിൽ എത്ര ഒഴിച്ച് 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും കിഴങ്ങ് കറി റെഡി. കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചാൽ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയ്ക്ക് നമ്മളാരും ഒഴിക്കത്തില്ല, വെള്ളം ചേർത്ത് തന്നെ കഴിക്കാറ്. അപ്പോൾ അതാണ് ഞാൻ വയ്ക്കുന്ന സാധാരണ കിഴങ്ങ് കറി. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കറിലിട്ട് കിഴങ്ങ് മാത്രം പുഴുങ്ങിയിട്ട് തൊലി കളയാതെ പുഴുങ്ങും, എന്നിട്ട് തൊലി പൊളിച്ച് കളഞ്ഞിട്ടും ഈ സെയിം രീതിയിൽ തന്നെ ചെയ്യാറുണ്ട്. 2 രീതിയിലും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ കുക്കറിൽ വെച്ചാണ് ചെയ്തത്. പിന്നെ ഇന്ന് അയില കിട്ടിയത്. അയില നല്ല ഫ്രഷ് അയിലയായിരുന്നു കേട്ടോ. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ഫ്രഷ് അയിലയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീട്ടിൽ ക്ലീൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല, അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് നേരം വെളുത്തിട്ടെന്നല്ല, ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും മീൻ വെട്ടുന്നത്. ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ ഒരു 7-8 മണിക്കുള്ളിൽ തന്നെ മീൻ വെട്ട് പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ്, 10:30-11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മീൻ വെട്ടുന്നത്. ഇന്ന് കുഞ്ഞിൻ്റെ സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല, ലീവാണ്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ സാവകാശമാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. രാവിലെ പുട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി വന്നത്. മീൻ വെട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ടൊരു പൂച്ച കരച്ചിലാണ്. ഒരു കുഞ്ഞി പൂച്ച, എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല, പക്ഷേ അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തിന് വിശന്നിട്ടാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു, മീൻ തല കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു. കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എല്ലാ ദിവസവും വരികയും ചെയ്യും, നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞ് നമ്മളില്ലാത്ത സമയത്ത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയൊക്കെ എടുത്ത് കഴിക്കും. എന്തെങ്കിലും സ്നാക്സൊക്കെ, അതായത് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇവരവിടെ കൊണ്ട് വെച്ചതുപോലെ എടുത്ത് കഴിക്കും. കാരണം ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അച്ഛനുണ്ടാവുമല്ലോ, അപ്പോൾ അച്ഛനുണ്ടാകുമ്പോഴത്തേക്ക് അച്ഛൻ ചിലപ്പോൾ ഡോറൊക്കെ തുറന്നിട്ട് ഉറങ്ങും. പക്ഷേ ഞാൻ എന്നാൽ ഈ തീരുമാനത്തിലെത്തി. പാവമല്ലേ, കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ചുമ്മാ കളയുന്ന സാധനമല്ലേ. പക്ഷേ ഇതുങ്ങൾക്ക് കൊടുത്താൽ ഇതാ പ്രശ്നം. നമ്മുടെ വീട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് അടുക്കളയിലൊക്കെ വന്ന് നമ്മൾ മൂടി വെച്ചാലും പാത്രമൊക്കെ തട്ടി മറിച്ച് താഴ്ത്തിട്ടിട്ട് കഴിക്കും. നമ്മളിപ്പോൾ ചട്ടിയിലൊക്കെയാണ് മീൻകറി വെക്കുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഈ ചട്ടിയോടുകൂടെ തട്ടി താഴത്തേക്കിടും. അപ്പോൾ ചട്ടിയും പൊട്ടും, മീനും പോവും, കറിയും പോവും, എന്നിട്ട് എടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് ഈ പൂച്ചക്കൊക്കെ വരുമ്പോൾ. പിന്നെ ആ സമയത്ത് പൂച്ചക്ക് മീൻതല കൊടുത്തു, അയില വെട്ടി കഴുകി ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാധനം കുറേ പ്രാവശ്യം കഴുകണമല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മുള്ളുമൊക്കെ കയ്യിൽ കുത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കഴുകാതിരിക്കാൻ രക്ഷയില്ലല്ലോ, പിന്നെ കഴുകി അങ്ങ് വേഗം പോന്നു. പിന്നെ ഞാൻ സാധാരണ തേങ്ങ അരച്ച് മീൻകറി വെക്കാറുണ്ട്, മുളക് കറിയും വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ തേങ്ങ അരച്ച് മീൻകറി വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളക് കറി സാധാരണ ഞാൻ വയ്ക്കുമ്പോഴത്തേക്കും സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി, സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ചേർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയില ഗ്യാസാണെന്ന് പറയും. എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയത്തില്ല. അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയില കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇഞ്ചി
വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമ്മൾ അയിലക്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് മുളക് കറിയിലെ അയിലക്കറി വയ്ക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ അയിലക്കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അയില വെക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് അതിനെന്താ പറയുന്നത്, ഉലുവയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഉലുവ പൊട്ടിച്ചിട്ടാണ് ഈ സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയത്. അത് കുറച്ചൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല, കാരണം എനിക്ക് ആ മല്ലിപ്പൊടിയുടെ ആ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഒട്ടും മല്ലിപ്പൊടി ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. കാരണം തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ മുളക് കറി വെക്കുമ്പോൾ ഒരു ചെറിയൊരു കൊഴുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടു. അങ്ങനെ മുളക് കറി സെറ്റായി. ഇങ്ങനെയാണ് ഞാൻ മുളക് കറി വയ്ക്കുന്നത്. എനിക്കിഷ്ടവും ഇങ്ങനെ തന്നെ. പിന്നെ കുറച്ച് തക്കാളി ഇടും പുളിക്ക് വേണ്ടിയിട്ട്. തക്കാളി ഇടും, അതുപോലെ തന്നെ കുടംപുളി ഇടാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.